ഇവിടെ വാ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ എങ്ങനെയാ പറയണത്? പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയാണ് പറയാ. പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പച്ചക്കറികൾ എന്നാൽ തിന്നപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പാലവളാൽ കുടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇനിയോ സാരി അവളാൽ ഉടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നീ എന്നാൽ വീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണോ പറയുന്നത്? നാണം വേണം മനുഷ്യനായ, നാണം. ഇങ്ങനെയാണോ നമ്മൾ പറയുക? പാലവളാൽ കുടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അങ്ങനെയാണോ നമ്മൾ പറയുക? അതെ, പാലവൾ കുടിക്കുകയാണെന്ന് പറയൂ. പച്ചക്കറികൾ അവളാൽ തിന്നപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ പറയോ? പച്ചക്കറി അവളെ തിന്നുകയാണെന്ന് പറയൂ? ഇങ്ങനെയൊക്കെ പഠിച്ചത് കൊണ്ടൊരു ഗുണമുണ്ടായി. മലയാളിക്ക് ബീങ്ങുമില്ല ബീനുമില്ല, ഇങ്ങനെ വളഞ്ഞു പിടിച്ചിട്ട്. മനസ്സിലായോ? അപ്പോ ഈ സ്നേക്ക് ഈസ് ബീങ് കിൽഡ് ബൈ രാമ എന്ന് പറയണത് എന്തോന്നാണ്? നമ്മൾ സംസാരിക്കുമ്പോൾ പാമ്പിനെ രാമൻ കൊല്ലുകയാണ് എന്ന് പറയണതാണ് സ്നേക്ക് ഈസ് ബീങ് കിൽഡ് ബൈ രാമ. മനസ്സിലായോ? പച്ചക്കറി അവളാൽ തിന്നപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയരുത്, പച്ചക്കറി അവളെ തിന്നെയാണ്. അപ്പൊ ദ വെജിറ്റബിൾസ് ആർ ബീങ് ഈറ്റൻ ബൈ ഹർ എന്ന് പറയണതിന്റെ മലയാളം ഇതാ. നമ്മൾ പറയുന്ന ഭാഷയിൽ ബീങ്ങും ബീനും എങ്ങനെയാണെന്ന് പഠിക്കാത്തത് കൊണ്ടാണ് മലയാളിക്ക് ബീങ്ങും ഇല്ലാത്തത് ബീനും ഇല്ലാത്തത്. ഇനി ഒരൊറ്റ മാർഗേ ഉള്ളൂ. വെൽക്കം ടു ജെറൈറ്റ്സ് അക്കാഡമി. ഇനി നിങ്ങൾ ബേസ് കോഴ്സിനാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഒരു 175 ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും. ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ 350 ടോപ്പിക്സ്. അഡ്വാൻസ്ഡ് കോഴ്സിന് ജോയിൻ ചെയ്താൽ 500 മുതൽ 700 വരെയുള്ള ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും. ഗ്രാമർ മാത്രം പഠിച്ചെന്ന് വിചാരിച്ചിട്ട് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവില്ല. നമുക്കൊരു 175 ടോപ്പിക്സ് എങ്കിലും മിനിമം സംസാരിക്കണം. യു വെൽക്കം.